അടിയന്തരമായ ഒരു മെഡിക്കൽ ക്യാമ്പ് വെച്ച് 20 മന്ത്രിമാരുടെയും ആരോഗ്യനില പരിശോധിക്കണം. ഇനി നമുക്ക് രാഷ്ട്രീയ നേതാക്കളാകുമ്പോൾ അവരുടെ ആരോഗ്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ മന്ത്രിമാർ തിന്നു തീർത്ത തുക ആരോഗ്യത്തിൻ്റെ പേരിൽ, ആരോഗ്യ ആശുപത്രിയിൽ പോയതാണോ, കണ്ണാടി വാങ്ങിയതാണോ, അല്ലെങ്കിൽ എന്ത് വാങ്ങിയതാണോ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയി കിടന്നതാണോ, എന്താണെന്നറിയില്ല. അസുഖം വന്നാൽ മെഡിക്കൽ കോളേജുകൾ നന്നായിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ടോപ്പ് മോസ്റ്റ് ചികിത്സ കിട്ടും. നിങ്ങൾ SUT ആശുപത്രിയിൽ VS അച്യുതാനന്ദൻ നടക്കുമ്പോഴും കേരള സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ യൂണിറ്റുകാരാണ് ഡോക്ടർമാരാണ് ചെന്ന് ഫൈനൽ ഉപദേശം കൊടുത്തത്. അപ്പോൾ മെഡിക്കൽ കോളേജുകളാണ് നമുക്ക് ഏറ്റവും വലിയ സംവിധാനമുള്ളത്. അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഓരോ ചേട്ടന്മാരും വാങ്ങിയിരിക്കുന്ന പണം കേട്ടാൽ നമ്മൾ ഞെട്ടും. കൃഷ്ണൻകുട്ടി മന്ത്രിയാണ് മിടുക്കൻ. അദ്ദേഹം 33 ലക്ഷം രൂപയാണ് ഈ 3 വർഷം കൊണ്ട് ഞാൻ ചെയ്തത്. ശരാശരി 10 ലക്ഷം രൂപയുടെ ചികിത്സ ഒരു വർഷം ചെയ്തിരിക്കുന്നു. എന്ത് മരുന്നാണ് കഴിക്കുന്നത്, എവിടെയാണ്? അദ്ദേഹം ക്യാബിനറ്റിൽ നിന്ന് വരാറില്ലേ? അത് കഴിഞ്ഞ് അടുത്ത ആൾ ശിവൻകുട്ടി 19 ലക്ഷം രൂപ. അതുപോലെ തന്നെ ശശീന്ദ്രൻ 6 ലക്ഷം രൂപ. പിന്നെ ആൻ്റണി രാജു നേരത്തെ ആയിരുന്നു മന്ത്രി, അദ്ദേഹം 6 ലക്ഷം രൂപ. അതുപോലെ തന്നെ ബിന്ദു, അവർക്കും വലിയ അസുഖമാണ്, 5 ലക്ഷം രൂപ. അതുപോലെ തന്നെ പിന്നെ ഫോർമർ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ 5 ലക്ഷം രൂപ. ഞാൻ റൗണ്ട് ചെയ്ത് പറയുകയാണ് കേട്ടോ, 4.5 ലക്ഷം രൂപ വരത്തുള്ളൂ. വാസവൻ അദ്ദേഹം 3.5 ലക്ഷം രൂപ. അതുപോലെ തന്നെ MP രാജേഷ്, അദ്ദേഹത്തിന് എന്തോ വലിയ അസുഖമാണ് ഉണ്ടെന്ന് തോന്നുന്നു, അദ്ദേഹം 3.5 ലക്ഷം രൂപ. കടന്നപ്പള്ളി രാമേന്ദ്രൻ 3.5 ലക്ഷം രൂപ. അബ്ദുൾ റഹ്മാന് 3 ലക്ഷം രൂപ. അതുപോലെ K രാജൻ, അദ്ദേഹത്തിന് കുറച്ച് അസുഖം കുറവാണ്, 1.25 ലക്ഷം രൂപ. 1.75 1.25 ലക്ഷം രൂപ. GR അനിലും വളരെ മോശമല്ല, 1.5 ലക്ഷം രൂപ. അതുപോലെ രാധാകൃഷ്ണൻ, നേരത്തെ മന്ത്രിയായിരുന്നു രാധാകൃഷ്ണൻ, അദ്ദേഹം 1 ലക്ഷം രൂപയായിട്ടുള്ളൂ, കാരണം അദ്ദേഹം പോയി. അതുപോലെ സജി ചെറിയാൻ 25,000 രൂപ വാങ്ങിച്ചിട്ടുള്ളൂ. ചിഞ്ചു റാണിയും 1 ലക്ഷം രൂപയ്ക്കകത്തേ വാങ്ങിച്ചിട്ടുള്ളൂ. ജയരാജ് ചീഫ് 16,000 രൂപ. എന്തായാലും മരുമോൻ മന്ത്രി 20,000 രൂപയെ വാങ്ങിച്ചിട്ടുള്ളൂ. എത്ര ലക്ഷം രൂപയാണ് നമ്മുടെ മന്ത്രിമാരുടെ ആരോഗ്യത്തിന് മേടിച്ചത്? ഇതെല്ലാം ആരുടെ ബില്ലാണ്? ഇത് മന്ത്രിമാരുടേതാണോ, അവരുടെ വീട്ടുകാരുടേതാണോ, കുടുംബത്തിൻ്റേതാണോ, നാട്ടുകാരുടേതാണോ, സ്റ്റാഫിൻ്റേതാണോ? ആരുടേതാണ് ബില്ലുകൾ? ആരുടേതായാലും കേരളത്തിൻ്റെ ഖജനാവിൽ നിന്നാണ്. ഇവിടെ നമ്പർ 1 ആശുപത്രികൾ. അവിടെ ധർമ്മാശുപത്രികളാണ്, അവിടെ സൗജന്യമാണ്. അത്യാവശ്യ സാമ്പത്തികമുള്ളവരാണെങ്കിൽ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്റേ എടുക്കാനോ സ്കാൻ ചെയ്യാനോ ഒക്കെ ചെറിയ പൈസ അടയ്ക്കണം. അപ്പോൾ മന്ത്രിമാർക്കാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഏറ്റവും മുന്തിയ പ്രിൻസിപ്പാളോ സൂപ്രണ്ടോ ഏറ്റവും മുന്തിയ പ്രൊഫഷണലായിട്ടുള്ള ഡോക്ടർമാർ തന്നെ ആയിരിക്കും മന്ത്രിമാരെയൊക്കെ ചികിത്സിക്കുന്നത്. സൂട്ടും സംവിധാനമൊക്കെ കിട്ടുമല്ലോ മെഡിക്കൽ കോളേജിൽ. പക്ഷേ അതെല്ലാം ഉള്ളപ്പോഴാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സ സ്വകാര്യമായി ചെയ്തു പോകുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ദരിദ്ര രാജ്യത്ത് ഖജനാവിൽ DA കൊടുക്കാൻ പൈസയില്ല, തൊഴിലുറപ്പിന് കൊടുക്കാൻ പൈസയില്ല, നമ്മുടെ ആശാ വർക്കേഴ്സിന് 2 രൂപ കൂട്ടി കൊടുക്കാൻ പൈസയില്ല. പക്ഷേ നമ്മുടെ ചേട്ടന്മാർക്ക് മെഡിക്കലിൽ പോകാൻ ലക്ഷങ്ങളുണ്ട്. എന്തൊരു രാജ്യമാണ്, എന്തൊരു സംസ്ഥാനമാണ്! മുടിയനായ പുത്രന്മാരുടെ ഒരു സംഘമാണോ ഇതെന്ന് ചോദിക്കരുത്. അങ്ങനെ ജനങ്ങൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല.